പ്രശസ്ത പ്രസാധകരായ പേപ്പർ പബ്ലിക്ക സംഘടിപ്പിച്ച 8ാമത് കാക്കനാടൻ സാഹിത്യോത്സവത്തോടനുബന്ധിച്ചുള്ള നോവൽ മത്സരത്തിൽ ജൂറി അവാർഡിനർഹമായ പിള്ളക്കാട് സ്വദേശി ഷംസ് വീട്ടിൽ എഴുതിയ 3ാമത്തെ പുസ്തകം ഉസ്കൂത്തിന്റെ പ്രകാശനം നടന്നു. ആത്മവിലാസം, ഗന്ധകഭൂമി എന്നീ പുസ്തകങ്ങൾക്ക് ശേഷമാണ് പ്രവാസി എഴുത്തുകാരനായ ഷംസ് ഉസ്കൂത്ത് എന്ന നോവൽ എഴുതി വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ കെ.വി. മോഹൻകുമാർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി നടനും നോവലിസ്റ്റുമായ അസീം പള്ളിവിളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് കാക്കനാടൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കെ.വി. മോഹൻകുമാറിൽ നിന്നും ഷംസ് വീട്ടിൽ ഏറ്റുവാങ്ങി. ഗുരുവായൂരിനടുത്ത് പിള്ളക്കാട് സ്വദേശിയും പ്രവാസി എഴുത്തുകാരനുമാണ് ഷംസ് വീട്ടിൽ. പ്രവാസ ജീവിതത്തെ പ്രമേയമാക്കി രചിക്കപ്പെട്ടിരിക്കുന്ന ഈ നോവലിന്റെ കവർ ചിത്രം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ജാഫർ പിള്ളക്കാടാണ്. പ്രശസ്ത കഥാകൃത്ത് വിനു എബ്രഹാം, സാഹിത്യ നിരൂപകൻ സി.ഇ. സുനിൽ, കാക്കനാടന്റെ മകൾ രാധാ കാക്കനാടൻ തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്താബ് എന്ന കൗമാരക്കാരനായ നായകൻ തനിക്ക് അഭികാമ്യമല്ലാത്ത കഥാപരിസരത്തിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ആകുലതകളും സന്തോഷങ്ങളുമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ചിരപരിചിതമെന്ന് തോന്നിയതാണെങ്കിലും ആ കാഴ്ചകളിലേക്കും കഥയില്ലായ്മയിലേക്കും മിഴിതുറക്കുന്ന കഥാപാത്രം അക്കാലത്തെ നീതിയോടും ദുരവസ്ഥകളോടുമുള്ള സമരപ്പെടലാണ് തന്റെ ജീവിതമെന്ന് തിരിച്ചറിയുന്ന ഇസ്താബ് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഹംപി ഉൾക്കൊള്ളുന്ന വിജയനഗര സാമ്രാജ്യം പശ്ചാത്തലമാക്കിയാണ് നോവൽ രചിച്ചിരിക്കുന്നത്.